നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ തൻ്റെതായ ഭാവുകത്വം സൃഷ്ടിച്ച VK പ്രകാശ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. VKPയുമായി ഈ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ കലാരംഗത്തൂടെയുള്ള പ്രയാണം തുടരുകയാണ്. മലയാള സിനിമയ്ക്ക് വേണമെങ്കിൽ ഒരു വഴിത്തിരിവെന്ന് പറയാവുന്നത് ഇവിടെയാണ്. ബ്യൂട്ടിഫുൾ. തീർച്ചയായിട്ടും ഇത് ഒരു വളരെ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഫിലിം. നിങ്ങളുടെ ഒരു പരസ്യ സംവിധാന കല ഇതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. ആ പാട്ടിൽ പോലും. അതെ അതെ തീർച്ചയായിട്ടും. അത് പക്ഷേ കാൻഡിഡായിട്ട് ഷൂട്ട് ചെയ്തതാണ്. നത്തിങ് പ്ലാൻ. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തായിരുന്നില്ല. അവിടെ മഴ പെയ്തപ്പോൾ അവിടെ അനൂപിനോട് ഒഴിച്ചിരുത്തി അങ്ങനെ. അല്ലാതെ ഒന്നും അങ്ങനെ അല്ല, എല്ലാം അങ്ങനെയാണെന്നാണല്ലോ അനൂപ്. അതെ, ഇംപ്രവൈസ്ഡ് ആയിരുന്നു. ആ പടത്തിൽ ഒരുപാട് ഇംപ്രവൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതും ഏകദേശം ഓൾമോസ്റ്റ് ഇംപ്രവൈസ് ആയിട്ട് ചെയ്തിട്ടുള്ള. മഴ പെയ്യുമ്പോൾ മഴയത്ത് ഷൂട്ട് ചെയ്തതും നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്തതും. പിന്നെ ഞാൻ എൻ്റെ ഒരു സിനിമ കരിയർ എടുത്ത് ഞാൻ ഐ ട്രൈ ടു എക്സ്പെരിമെന്റ് എവറി ടൈം. അത് ഒരേ ജോണറിൽ പോവാതെ ആ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരേ ജോണറിൽ പോകുന്ന ആ സ്വഭാവമാണ് ഒരുപക്ഷെ പലരെയും നശിപ്പിക്കുന്നത്. അതെ, പക്ഷെ ഇത് ചിലപ്പോൾ എന്താ പറയുക, ഒരുപാട് എക്സ്പെരിമെന്റേഷൻ ചെയ്യുന്നതുകൊണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരുപാട് പരാജയം. ഈ പടത്തിന് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുളിനോ? ബ്യൂട്ടിഫുൾ ഉണ്ടായിരുന്നില്ല. ബ്യൂട്ടിഫുളിനെ സംബന്ധിച്ചിടത്തോളം ഐ റിമെമ്പർ, ഞാൻ ജയനെ കാണാൻ പോയതാ. ജയൻ്റെ കാലൊടിഞ്ഞിട്ട് ഒരു ദിവസം ജയൻ്റെ വീട്ടിൽ പോയതാ. ജയൻ വാസ് ലൈങ് ഡൗൺ ആൻഡ് ജയൻ വാസ് ടെലിങ് മീ ഇങ്ങനൊരു കഥ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് എനാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എടാ ഇത് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ എന്ന്. ഞാൻ അപ്പം തന്നെ ഞാൻ അനൂപിനെ വിളിച്ചു. അനൂപ് അപ്പോൾ എന്താണ് അനൂപിനെ വിളിക്കാൻ കാരണം? അനൂപിൻ്റെ ഐഡിയ ആയിരുന്നു അത്, തോട്ടായിരുന്നു. അപ്പോൾ ഞാൻ അനൂപിനെ വിളിച്ചപ്പോൾ അനൂപ് രാമനാട്ടുകരയിൽ ഷൂട്ടിംഗ് ആയിരുന്നു. വിത്തിൻ 2 hours ഐ റീച്ച്ഡ് രാമനാട്ടുകര. വാതിൽ തുറന്നപ്പോൾ അനൂപ് പോലും ഞെട്ടിപ്പോയി. കാരണം മിനിമം ഒരു 3.5-4 മണിക്കൂർ വേണം അവിടെ എത്താൻ. ഞാൻ അവിടെ 2 മണിക്കൂർ കൊണ്ട് എത്തി. അതായിരുന്നു എൻ്റെ എക്സൈറ്റ്മെന്റ്. കൊച്ചിയിൽ ദാറ്റ് വാസ് മൈ എക്സൈറ്റ്മെന്റ്. അതൊരു റിസ്ക് ആയിരുന്നു. റിസ്ക് ആയിരുന്നു, പക്ഷെ അതൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അന്ന് ബ്യൂട്ടിഫുൾ ആരംഭിച്ചു. ആ സിനിമയുടെ അടിത്തറ അവിടെ ഇട്ടിരുന്നു. അന്ന് അവിടെ നിന്ന് തുടങ്ങി. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഒരു പക്ഷേ സിനിമയുടെ സക്സസിന് ഏറ്റവും തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. താങ്കളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചെങ്കിൽ ഒരുപക്ഷെ ഓഡിയൻസിനെ വേണമെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാമെന്നുള്ള ഒരു സംഭവം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പല സമയത്തും നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകാറുണ്ട്. വേണമെങ്കിൽ VKP ചിലപ്പോൾ നമ്മുടെ മേക്കിങ്ങിലാകാം. നമ്മുടെ ഒരു പരാജയം വരുമ്പോൾ നമുക്കത് കാരണങ്ങൾ അനലൈസ് ചെയ്യാം. സക്സസ് വരുമ്പോൾ കാരണങ്ങൾ അനലൈസ് ചെയ്യാം. അല്ലാതെ പരാജയം വരുമ്പോൾ താങ്കൾ കാരണങ്ങൾ അനലൈസ് ചെയ്യുമോ? അനലൈസ് ചെയ്യാതെ പറഞ്ഞാൽ അത് എനിക്കിപ്പോൾ പഠിച്ചത്, കുറേ കാലങ്ങളായിട്ട് ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. മാസ് സൈക്കോളജി ഈസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇപ്പോൾ നമുക്കത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. എല്ലാവർക്കും, ഏതൊരു ഫിലിം മേക്കർക്കും ആരും മോശമാണെന്ന് പറഞ്ഞിട്ടല്ല സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. അയാളുടെ ക്രിയേഷൻ അയാൾ പെർഫെക്റ്റ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ കൊടുക്കുന്നത്. അതിൽ തെറ്റുകളുണ്ടാവാം, ശരികളുണ്ടാവാം. പക്ഷെ അത് വന്ന് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ മാസ് സൈക്കോളജിയിലാണ് നമുക്കത് മനസ്സിലാവുന്നത്. പിന്നെ അതിൽ ഒരുപാട് ബ്യൂട്ടിഫുള്ളിനെ കുറിച്ച് അന്ന് എന്തൊക്കെയോ പത്രങ്ങളിലോ എവിടെയൊക്കെ വന്നുകൊണ്ടിരുന്നു. ഏതോ ഫ്രഞ്ച് ഫിലിമിന്റെ അതെന്താ വെച്ചാൽ സെയിം ഡേ റിലീസ് ആയിരുന്നു. ആക്ച്വലി ഇറ്റ്സ് എ റിയലി സർപ്രൈസിങ്. ഇൻടച്ചബിൾ സെയിം സ്ഥലത്താണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കൽ സ്പെയിനിൽ ആഡ് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടെ തിയേറ്ററിൽ കളിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ പോയി കണ്ടു. It is about a criminal. It's about a criminal coming there and taking care of this guy. It is actually speaking, it's a coincidence. താങ്കളുടെ മനസ്സിന്റെ ഒരു വിദൂര കോണിൽ പോലും ആ സിനിമയോ ആ സിനിമയുടെ എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഐ ഡോണ്ട് തിങ്ക് ഇൻ അനൂപ്സ് മൈൻഡ്. മിസ്റ്റർ VK പ്രകാശ്, VKP ജോണട്ടാ, ഞാൻ എന്താണ് VKPനെ കുറിച്ച് പറയേണ്ടത്? കാരണം എൻ്റെ അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് VKPയുടെ ആ കറുത്ത കരങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള സത്യം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പോസിറ്റീവ് എന്ന് പറയുന്ന പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതിൽ പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങിൽ സമയത്ത് ഞാനിങ്ങനെ കുട്ടി ചായയായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അത് കണ്ണുകൊണ്ട് ചിരിക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങർക്ക് എന്താ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് ചിരിക്കാനോ എന്നുള്ള രീതിയിലാണ്, കാരണം നമ്മുടെ അറിവില്ലായ്മ ഉണ്ട്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, കണ്ണുകൊണ്ട് ചിരിക്കാനും കണ്ണുകൊണ്ട് കരയാനും കണ്ണുകൊണ്ട് എന്താ പറയുക കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഈ കണ്ണുകൾ കൊണ്ടാണെന്ന് എന്നെ തിരിച്ചറിയിച്ചത് VK പ്രകാശാണ്. കാരണം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് 2 കണ്ണുകൾ കൊണ്ട് മാത്രമാണ്. അഭിനയിക്കാൻ എത്ര അറിയാത്ത ആക്ടറാണെങ്കിലും VK പ്രകാശിൻ്റെ അടുത്ത് പോയാൽ അവൻ നല്ലൊരു ആക്ടറായി മാറും. കാരണം അങ്ങനെ മോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ടൂൾ എങ്ങനെ വർക്ക് ചെയ്യിക്കണം എന്നുള്ള കാര്യം അത് ഗംഭീരമായിട്ട് VKPക്ക് അറിയാം. പിന്നെ ഓഫ്കോഴ്സ് VKP നല്ലൊരു ആക്ടർ തന്നെയാണ്. അനാർക്കലിയിലൊക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു VKPയുടെ. അതിനേക്കാളെല്ലാം ഉപരി
എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഈവൻ ഇൻക്ലൂഡിങ് ഡിജിറ്റൽ സിനിമ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ളത് VK പ്രകാശാണ്. ഏതൊരു ടെക്നീഷ്യനും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനാണ് VKP. അതുപോലെ തന്നെ ഏതൊരു ആക്ടേഴ്സും VKP ഇതുപോലത്തെ സിനിമകൾ മാത്രമല്ല VKPയുടെ വരേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ഒരുപാട് ഗംഭീരമായിട്ടുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ VKPയിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കാനുണ്ട്. VKPയുടെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവായിട്ടുള്ള ചിരിയും അതുപോലെ തന്നെ എല്ലാവരെയും അംഗീകരിക്കാനുള്ള നല്ല മനസ്സും തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല VKPക്ക് ശത്രുക്കളുണ്ടാവുന്നു. അത്രയും നല്ലൊരു പോസിറ്റീവ് വൈബുള്ള മനുഷ്യനാണ്. ഇത്രയൊക്കെ സൂചിപ്പിച്ചില്ലേ, ഇനി കുറച്ച് നേരം എന്നെ സൂചിപ്പിക്കും VKP. നമുക്കൊരു പടം ചെയ്യണ്ടേ? ഡെഡ്ലി മാൻ. VKPയുടെ കൂടെ വർക്ക് ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ ഡെഡ്ലി ആയിട്ട് മാറും. ഒരു എനിക്ക് ജോണേട്ടാ നിങ്ങൾ ഉൾപ്പെടെ വർക്ക് ചെയ്യണം VKPയുടെ കൂടെ, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. താങ്ക് യു VKP. ചക്കരെ ബൈ. ജയനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താ ഞാൻ പറയേണ്ട ഒരു റെസ്പോൺസീവ് ആയിട്ടൊരു ആക്ടറാണ്. അതായത് നമ്മൾ പല ആക്ടേഴ്സ് ചിലപ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യില്ല. ഞാൻ ആദ്യം ജയനെ കാസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അതിന് മുമ്പ്. അന്ന് ഇന്ദ്രൻ എൻ്റെ കൂടെ ഒരു കുറേ സിനിമകൾ വർക്ക്. അപ്പോൾ ഇന്ദ്രൻ അന്ന് ആ സെറ്റിൽ വന്നിരുന്നു. നമ്മൾ ജയൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞ് യു വിൽ എൻജോയ്, യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ഇന്ദ്രൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജയനോട് പറഞ്ഞ ഒരു 2 കാര്യങ്ങളെന്ന് വെച്ചാൽ ആ പോലീസ് ഓഫീസർ ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഒരു കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ നമ്മൾ ഒരു ഗോൾഫ് പ്ലെയറാണ്. അയാൾ ഫുട്ബോൾ കളിക്കില്ല, ക്രിക്കറ്റ് കളിക്കില്ല, ഗോൾഫേ കളിക്കൂ. അയാളൊരു 45 ഡിഗ്രി തിരിയൂ. ഹീസ് എ കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ഗൈ എന്ന് പറഞ്ഞത് ഓൺ ദ സ്പോട്ട് അബ്സോർബ് ചെയ്യാനും അതേപോലെ ചെയ്യാനും. അതുപോലെ ബ്യൂട്ടിഫുൾ എന്നുള്ള സിനിമയിൽ ഒന്നുമില്ല. കാരണം ബോഡി ഈസ് കംപ്ലീറ്റ്ലി ബോഡി ലാംഗ്വേജേ ഇല്ല. മറ്റേതിൽ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നത് ഇതിൽ ബോഡി ലാംഗ്വേജേ ഇല്ല. പിന്നെ ജയൻ്റെ ടൈമിങ് ഓൺ സെൻസ് ഓഫ് ഹ്യൂമർ, അത് ഒരു രക്ഷയില്ലാത്ത സെൻസ് ഓഫ് ഹ്യൂമറാണ്. ഞാനൊരു ദിവസം വെറുതെ ഫോൺ വിളിച്ച് ഡിപ്രസ് ആയിരിക്കും, ജയ ഒരു കോമഡി പറ. അല്ല എന്താ പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു സംവിധായകനാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അത്രയും ഒരു ഫ്ലാംബോയൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. ആൻഡ് ഹീ ഈസ് പ്രൂവിങ് ഇറ്റ് വൺ ആഫ്റ്റർ ദി അതർ. ഹീ ഈസ് പ്രൂവിങ് ഹിസ് വർത്ത് ആസ് എൻ ആക്ടർ. VKP പക്ഷേ ഇവരൊക്കെ പറ്റുന്ന ഒരു ചതിക്കുഴി എന്ന് പറയുന്നത് സിനിമകൾ ഇങ്ങനെ വാരിയെടുക്കും. ഈ പറഞ്ഞ ട്രോളിങ് നടത്തുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചറിയുന്നത് അങ്ങനെ വാരിയെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ തങ്ങളുടെ കരിയറിനെ സ്പോയിൽ ചെയ്യും. അതൊക്കെ വേണമെങ്കിൽ ഈവൻ നമ്മുടെ സുഹൃത്താണ് ജയസൂര്യക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്. സിനിമകൾ ഒരു തരത്തിലുമുള്ള ഒരു വിവേചനമില്ലാതെ. അതെന്താണ് സാർ അതിൻ്റെ എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഹൗ ആർ യു ഡൂയിങ് ഫിലിംസ് വൺ ആഫ്റ്റർ ദി അതർ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കള്ളുകൂടിയന്മാർക്ക് കള്ളുപിടിച്ചില്ലെങ്കിൽ കൈ വറക്കില്ലേ, അതുപോലെയാണ് സിനിമ സർ. ഇഫ് യു ഡോണ്ട് മേക്ക് സിനിമ, VKPക്ക് ഒരു സിനിമ എടുത്തില്ലെങ്കിൽ കൈ വറക്കും. കാരണം യു ആർ അഡിക്റ്റഡ് ടു സിനിമ. അതാണ് സിനിമയുടെ ഒരു ഭയങ്കര നിക്കോട്ടിനാണല്ലേ, ഭയങ്കര നിക്കോട്ടിനാണ്. ഇപ്പോൾ എനി പ്രൊഫഷൻ, ഇപ്പോൾ ഇഫ് യു ഡു യുവർ പ്രൊഫഷൻ വിത്ത് യുവർ പാഷൻ, യു ലവ് ഇറ്റ്. നോട്ട് ഫോർ മണി, ഇറ്റ് ഇസ് നോട്ട് ഫോർ ഫെയിം, ഇറ്റ്സ് നോട്ട് ഫോർ എനിത്തിങ്. ആ മൊമെൻറ്റിൽ വെൻ യു ആർ ഷൂട്ടിംഗ് എ ഫിലിം വാട്ട് യു എൻജോയ്, അല്ലെങ്കിൽ വെൻ യു ഡു എ പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇപ്പോൾ പണ്ട് ഞാൻ പറയും സിനിമാ തിയേറ്ററിൽ പോയിട്ട് അതിൻ്റെ ഒരു മണമുണ്ട്, അതൊരു എക്സൈറ്റ്മെൻറ്റ്. ആ മണം അത് നഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ താങ്കൾക്ക് പുതിയ അത് നത്തോലിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു കുട്ടി തിയേറ്ററിൽ നിന്ന് ജനിച്ചിട്ട് ആ ശങ്കർ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെറിയ മീനല്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് നെഞ്ഞോടടുത്ത് കിടക്കുമ്പോൾ അന്ന് ഞാൻ അമ്മാവൻ്റെ ഷർട്ടിലുണ്ടായിരുന്ന ബീഡിപ്പുക, സിനിമാ തിയേറ്ററിൻ്റെ ബീഡിപ്പുക എനിക്ക് കിട്ടി. അതുകൊണ്ട് എൻ്റെ മീഡിയം സിനിമയാണ് ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ളൊരു സിനിമയാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അശ്ലീല പ്രയോഗങ്ങൾ, തലമുറയെ വഴിതെറ്റിക്കല്. തലമുറയൊക്കെ നമ്മൾ വഴിതെറ്റിക്കണോ സർ? ആരോപണങ്ങളെ കുറിച്ചാണ്. തലമുറകളെ നമ്മളൊന്നും, അവരെല്ലാവരും സ്മാർട്ടാണ്. തലമുറ വളരെ സ്മാർട്ടാണ്. ഇത് നമ്മൾ സിനിമയിൽ പറയുന്നതേ ഉള്ളൂ. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്ന് പറയുന്നതിൽ കുറേ ബി പഠിപ്പിച്ചു. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോ ക്യാരക്ടറൈസേഷനും പറയുന്നത് വളരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോണറിൽ ഒരു സിനിമ ചെയ്യരുത്. വൺസ് യു ഡിസൈഡഡ് ടു ഡു ഇൻ ദാറ്റ് ജോണർ എ സിനിമ, അതിന്റെ ഇന്റൻസിറ്റി ചെയ്യണം. അത് ഇന്റൻസിറ്റി ഇല്ല അതിന്റെ. ഒരിക്കലും നമ്മൾ തന്നെ ഒരു ട്രിവാൻഡ്രം ബോർഡ് എടുത്തിട്ടൊരു ആൾക്കാരെ ടിക്കിൾ ചെയ്ത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത സിനിമയല്ല അത്. സിനിമ ഇങ്ങനെ ഓടുന്ന പോലെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇഫ് യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് സീ ഇറ്റ്, ഒരു ഫെസ്റ്റിവൽ പേസിംഗ് ഉള്ളൊരു സിനിമയാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഒരു മാസ് പേസിംഗ് ഉള്ള സിനിമയല്ല. പിന്നെ ആ ഒരു ജോണറിൽ സിനിമ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള 100% ഇൻറ്റൻസിറ്റിയോടുകൂടിയും അതിൻ്റെ ഡെപ്തോടും കൂടി ചെയ്യാന്നുള്ളതാണ്. അവിടെ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ പറയണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. സിനിമയ്ക്ക് അങ്ങനെ നീളമായിട്ടൊരു ഭാഷയും ശൈലിയൊന്നും ഇല്ല. നിങ്ങളുടെ മനസ്സാണ് യഥാർത്ഥത്തിൽ, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവിഷ്കാരമാണ് സിനിമ. അപ്പോൾ ആത്മാവിഷ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു വളർന്ന, നമ്മൾ കണ്ട് പഠിച്ച എത്രയോ സിനിമകൾ. നമ്മളിപ്പോൾ
ഞങ്ങൾ വളർന്നു വന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഈ സെക്സിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച ഒരുപാട് നല്ല സിനിമകളുണ്ടായിട്ടുണ്ട്, ഒരുപാട് നല്ല സിനിമകളുണ്ട്, ഓപ്പണായിട്ട് സംസാരിച്ച സിനിമകളുണ്ടായിട്ടുണ്ട്. അന്നൊന്നും അതാരും സദാചാരത്തിനെതിരെ. സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സിനിമ ഒരു പോപ്പുലർ മീഡിയം ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫെയിമും കിട്ടും, ഇൻസ്റ്റന്റ് ക്രിറ്റിസിസം കിട്ടും. രണ്ടും വരും. ബ്രിക് ബാക്സ് എപ്പോഴും തീർച്ചയായിട്ടും ട്രിവാൻഡ്രം ലോഡ്ജ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് താങ്കൾക്ക് അറിയാമായിരുന്നു? അല്ല, അങ്ങനെയല്ല. അങ്ങനെ ഒരു വിമർശനങ്ങൾ, അതിൻ്റെ ഒരു ക്രിറ്റിസിസം ലെവൽസ് വർ ഡിഫറെൻറ്റ്. ഞാൻ ഇങ്ങനെ ഒരു ക്രിറ്റിസിസം എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, പക്ഷേ എങ്കിലും ക്രിറ്റിസിസം എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം വി ആർ ടോക്കിംഗ് സംതിങ്, ഇഫ് വെൻ യു സ്വിം അക്രോസ് ദ റിവർ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്തായാലും താങ്കൾ ആ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ അനൂപേ നമുക്ക് ഈ 2-3 പദങ്ങളൊന്നും മാറ്റി നമുക്ക് വേറെ ഒന്നും ഒരിക്കലും തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്ററുടെ എക്സ്പ്രസിങ് ആണ് ആ സിനിമ. ഒരു റൈറ്ററുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള വാചകങ്ങളാണ് ആ സിനിമ. അത് എൻ്റെ കഴിവിനനുസരിച്ചിട്ട് അതേ ഒരു ന്യൂ ജനറേഷൻ സിനിമയായിട്ട് ഇത് മാറട്ടെ, ഇതൊരു പരീക്ഷണമായിട്ട് ആൾക്കാർ കാണട്ടെ. ഒരിക്കലും ഞാൻ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന സിനിമകളൊന്നും അല്ല. ശരിക്കും ഒരു 90s ഒക്കെ കഴിഞ്ഞാൽ, സിദ്ദിഖ് ലാൽ സാറുടെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിക്കോ അല്ലെങ്കിൽ ഒരു ക്ലാസിക് സംവിധായകരോ ആക്ച്വലി ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും മീഡിയോക്കർ ഫിലിം മേക്കേഴ്സാണ്, അല്ലെങ്കിൽ മീഡിയോക്കർ തിങ്കേഴ്സാണെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രമേയങ്ങളും ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമകൾ കണ്ട് വളർന്നുകൊണ്ടാണ് നമുക്ക് നല്ല സിനിമ പഠിക്കണമെന്നും അല്ലെങ്കിൽ നാടകം പഠിക്കണമെന്നൊക്കെ തോന്നാൻ കാരണം. അങ്ങനെ ഇപ്പോൾ അരപ്പെട്ട കെട്ടിയ ഗ്രാമം അന്നത്തെ ന്യൂ ജനറേഷനാണ്, പുനർജന്മം അന്നത്തെ ന്യൂ ജനറേഷൻ. പല ആൾക്കാരും ഇപ്പം നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർ അരവിന്ദിൻ്റെയും പത്മരാജൻ്റെയും ഭാരതൻ്റെയും ഒക്കെ ആ ഹാങ് ഓവറിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി തയ്യാറല്ല. അത് അവരുടെ ഏറ്റവും ശക്തമായ നൊസ്റ്റാൾജിയ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ട് നൊസ്റ്റാൾജിയാണ്. ഇപ്പോൾ ഒരു അമ്മയറിയാൻ, KG ജോർജ് സാറിൻ്റെ പടങ്ങൾ, ഇരകൾ, ഇതൊക്കെ സിനിമകൾ സിനിമയോട് നമ്മളെ വല്ലാതെ അടുപ്പിച്ച സിനിമകളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പടൂർ സാറിൻ്റെ പടങ്ങൾ, അരവിന്ദൻ സാറിൻ്റെ പടങ്ങൾ, ഞങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. അതേ സമയത്ത് അപ്പുറത്ത് ശശികുമാർ സാറ്, AB രാജ്, അവരുടെ സിനിമകളുണ്ടായിരുന്നു, ഹരിഹരൻ സാറിൻ്റെ സിനിമകളുണ്ടായിരുന്നു, KG ജോർജിൻ്റെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമ ഓടിയാൽ അതിൻ്റെ പിന്നാലെ എല്ലാ ഓഡിയൻസും പോകും, മറ്റുള്ള സിനിമകൾ കാണുന്നില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു AB രാജ് സാറിൻ്റെ സിനിമ സീമന്തപുത്രൻ 25 പ്രാവശ്യം കണ്ടാലും ഞങ്ങൾ പോയിട്ട് അടൂർ സാറിൻ്റെ കൊടിയേറ്റവും കാണും 25 പ്രാവശ്യം. VKP, താങ്കൾ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് ഒരു പടത്തിൻ്റെ ഒരു ഈസ്തറ്റിക്സ് അല്ല ആൾക്കാരിപ്പം ജഡ്ജ് ചെയ്യുന്നത്, ഒരു മാസ് സൈക്കോളജിയിലാണ് പടം വർക്ക് ചെയ്യുന്നത്. മാസ് സൈക്കോളജിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാരണം അതെ, തീർച്ചയായിട്ടും മാസ് സൈക്കോളജി എന്ന് പറയുന്നത് അതൊരു ഓൾമോസ്റ്റ് ഹിപ്നോട്ടിസം മാതിരിയാണ്. കാരണം നമ്മളത് എങ്ങനെ പടത്തിന് പ്രത്യേകിച്ച് ഗുണമേന്മയൊന്നും ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു മാസ് ഒരു സിനിമ റിലീസ് ചെയ്യുന്നു, ആദ്യത്തെ 1-2 ഷോയിൽ എപ്പോഴും ഒരു ഫ്ലിക്കർ വന്നു, അതിന് മുകളിൽ ആൾക്കാർ കയറി പിന്നെ അതൊരു സംഭവം ഒരു മാസ് പറഞ്ഞ വെളിച്ചത്തിലേക്ക് ചെയ്യാൻ പറ്റ പോകുന്ന പോലെ ജനം ഇങ്ങനെ കയറുന്നു. പിന്നെ മറ്റുള്ള സിനിമകൾ പോകാനോ കാണാനോ ഉള്ളൊരു എന്താ പറയുക, അതിലേക്കൊരു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ സിനിമകളും പോയി കാണും. അങ്ങനെ എല്ലാ സിനിമകളും കാണുമ്പോഴാണ് സിനിമ. മലയാളി ഓഡിയൻസ് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ സിനിമയെ അപഗ്രഥിച്ചിരുന്ന രീതിയിൽ നിന്ന് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ സിനിമയെ കാണുന്നത്. മോശപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ഡിഫറെന്റ് ഇതാണ്, എൻജോയ്മെന്റ് ആണ്. ഇപ്പം ഡിഫറെന്റ് വ്യൂയിങ് വളരെ ഫ്രിവിലസ് ആയി മാറിയോ? ഫ്രിവിലസും അല്ല, ഇറ്റ് ഈസ് ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ ഈ പറഞ്ഞ എക്സാക്ട്ലി ഇതാണ്. ഈ ഒരു മാസ്സായിട്ട് ഒരു മാസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പറയാൻ കാരണം അതാണ്. ഒരു ആ മാസിന് എങ്ങനെ ആ ഫീൽ ആവുന്നു ആ സിനിമ, ഒരു എയറാണ്. ഇപ്പൊ പണ്ട് മുതലേ സിനിമ ഗ്യാമ്പിളാണ് എങ്കിലും ആ ഒരു എയർ ഉണ്ടല്ലോ, ആ എയർ ആണ് സിനിമയെ ഒരു വലിയൊരു ഭാഗ്യമാണത്. ഭാഗ്യമുണ്ട്, വളരെ ഭാഗ്യമുണ്ട്. അന്ധവിശ്വാസമുണ്ടോ VKP? ഇല്ല, അന്ധവിശ്വാസമില്ല. ഈ സിനിമ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര. അല്ല, എനിക്ക് ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ ഒരേ സ്ഥലത്തുള്ള സിനിമ ബ്യൂട്ടിഫുൾ തന്നെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുക. ബ്യൂട്ടിഫുൾ കഴിഞ്ഞുണ്ടാക്കിയ ട്രിവാൻഡ്രം ലോഡ്ജ്, അതിന് ഞാൻ 3 Kings ചെയ്തിട്ടുണ്ട്, ഗുലുമാൽ ചെയ്തിട്ടുണ്ട്. ഐ ഡൺ ഓൾ ദ. ഇപ്പോൾ 3 Kings എന്നുള്ള സിനിമ എനിക്ക് ചെയ്യാൻ തോന്നാൻ കാരണം IV ശശി സാറുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ആനന്ദം പരമാനന്ദം പറഞ്ഞിട്ട്, കമലഹാസൻ ആൻഡ് രവികുമാർ. എനിക്കന്ന് വളരെ ഞാൻ ആസ്വദിച്ച് ചിരിച്ചൊരു സിനിമയാണ്. അപ്പോൾ എനിക്ക് അതുപോലൊരു സിനിമ ചെയ്ത് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം തോന്നി. മലയാളത്തിൽ താങ്കൾ കണ്ടിട്ടുള്ളൊരു സിനിമ, കണ്ടനുഭവിച്ചൊരു സിനിമ, അത് താങ്കൾ സംവിധാനം ചെയ്തിരുന്നെങ്കിൽ അങ്ങനൊരു വിഷയം, അങ്ങനൊരു കാസ്റ്റ് എന്ന് ആശിച്ചൊരു സിനിമ ഏതായിരിക്കും? അത് ആശിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. കാരണം എനിക്ക് ചാമരം അങ്ങനെ ഒരു തോന്നിയൊരു സിനിമയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്താൽ അത് ഭരൻ സാർ ചെയ്തൊരു ഭംഗി വരില്ല. കാരണം അന്നത്തെ അവരുടെ ഒരു എസ്തെറ്റിക്, അവർ ബേസിക്കലി ഈസ് ആൻ ആർട്ടിസ്റ്റ്, ഹിസ് വിഷൻ ഇസ് ഡിഫറെൻറ്റ്. ആ ഒരു വിഷൻ ഇപ്പോൾ
ചാമരത്തിലെ ആ കോളേജിൽ ആ മറ്റേ പോയി അടിക്കുന്ന സീന്, അതെ, അത് ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സീനാണ്. ട്രിവാൻഡ്രം ലോഡ്ജ് ഒരു വിധം ഇങ്ങനെ കാത്തുനിൽപ്പുണ്ട്, അദ്ദേഹത്തിന് വരണമെന്ന് വെമ്പല് വരട്ടെ. ഹായ് വികേപി, ഏറ്റവും ആദ്യം താങ്കളോട് എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, താങ്കളും അനൂപ് മേനോനും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഈ ഇൻഡസ്ട്രിയിൽ ഞാനിന്ന് കാണില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഒരു ജോലിക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് താങ്കളുടെ വിളി വരുന്നത്. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ പടത്തിൽ ഷിബു വള്ളാനി എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകൻ്റെ വേഷം ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴും വിചാരിച്ചത് ഞാൻ ചിലപ്പോൾ ഈ പടം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വേറെ ജോലി നോക്കേണ്ടി വരുന്നത്. പക്ഷേ അതിനുശേഷം എനിക്ക് വേറെ ജോലി നോക്കേണ്ടി വന്നിട്ടില്ല. സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ എനിക്ക് പിന്നെ കിട്ടിത്തുടങ്ങി. താങ്കളുടെ അതിനുശേഷവും ഞാൻ 4-5 പടത്തിൽ അഭിനയിച്ചു. വളരെ നല്ല കഥാപാത്രങ്ങൾ താങ്കൾ എനിക്ക് തന്നു. VKPയുടെ ഫുൾ ഫോം ഞാൻ പലരുടെ കയ്യിലും പറയാറുള്ളത് വെരി കൂൾ പേഴ്സൺ എന്നാണ്. അതിന് കാരണം ആക്ടേഴ്സിനൊക്കെ ഒരുപാട് പാമ്പർ ചെയ്യും. താങ്കൾക്ക് എങ്ങനെയാണത് സാധിക്കുന്നത്? എങ്ങനെ പാമ്പർ ചെയ്യാൻ കഴിയുന്നത്? പാമ്പർ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല പെർഫോമൻസ് ആക്ടേഴ്സിൻ്റെ എന്ന് വരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഒരു കുട്ടിയെ പാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര ഹാപ്പി ആവും. അത് കുട്ടിയായതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ആക്ടേഴ്സ് കുട്ടികളാണ്, സെൻസിറ്റീവാണ്, വളരെ സെൻസിറ്റീവാണ്. അവർ സെൻസിറ്റിവിറ്റീനെ നമ്മൾ ജെന്യുവനായിട്ട് ചെയ്യുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരെയും പാമ്പർ ചെയ്യാവുന്ന, എൻ്റെ ടെക്നീഷ്യൻസിനെ എല്ലാവരും പാമ്പർ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഐ ബിലീവ് ദാറ്റ് വി ക്യാൻ ഗെറ്റ് ബെസ്റ്റ് ഓഫ് ദ വർക്ക് ഫ്രം ദം. ഒരു ടീം വർക്ക് വേണം. ടീം വർക്ക് നമ്മൾ പാമ്പർ ചെയ്യുമ്പോൾ വരും. ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ പോസിറ്റീവ് വൈബ് തിരിച്ചു കിട്ടും. സൈജുവിൻ്റെ ഒക്കെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ പുതിയ റോക്ക് സ്റ്റാറിൽ പോലും സൈജു ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. 2 സീനേ വന്നിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര കയ്യടിയായിരുന്നു. കാരണം ഒരു പാമ്പറിങ് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആക്ടേഴ്സിനെ ഇപ്പോൾ ജയസൂര്യ ആയാലും അനൂപായാലും എല്ലാവരെയും ഞാൻ പാമ്പർ ചെയ്തിട്ടാണ്. ഇവരൊക്കെ ആത്യന്തികമായിട്ട് പാവങ്ങളാണല്ലേ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഈ സിനിമയുടെ ഒരു ജാടമോടിയിൽ പലപ്പോഴും ചില ആൾക്കാർക്ക് ഈഗോയും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഞങ്ങൾ സിനിമയെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നില്ല, ഫുൾ പാട്ടുകളെ പറ്റിയിട്ടും പുള്ളിയുടെ ഓൾ ലൈഫിനെ പറ്റിയിട്ടും. അത് നമുക്കൊരു VKPയുടെ സിനിമകളിൽ മുഴുവൻ പാട്ടിങ്ങനെ ഒരുപാട് പാട്ടുകളുടെ ഒരു സാന്നിധ്യവും സാന്നിധ്യവും ഉണ്ട്. അത് ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതാണോ താങ്കളുടെ ഒരു മനസ്സിന്റെ ഒരു എന്താ പറയേണ്ട ഒരു ഈസ്തറ്റിക്സിന്റെ ഭാഗമായിട്ടാണ്? എസ്തറ്റിക്സിന്റെ ഒരു ഭാഗമായിട്ടാണ്. കാരണം മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ എന്നുള്ളൊരു മാധ്യമം എല്ലാ കലകളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. എല്ലാ കലകളും, അതായത് ഒരു പാട്ട് വരുമ്പോൾ വേണമെങ്കിൽ സിനിമ അങ്ങ് ഇരുന്ന് പോയേക്കാന്നൊക്കെ ചിന്തിക്കുന്ന അല്ല. പക്ഷേ എനിക്ക് പാട്ട് പലപ്പോഴും ഒന്ന് ഉയർന്നു പോകുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ്. കാരണം അത് നമ്മുടെ ഇമോഷൻസിനെ ബിൽഡപ്പ് ചെയ്യാൻ ചില സമയത്ത് നമുക്ക് പാട്ടുകൾ ഉപകരിക്കും. പിന്നെ ആത്യന്തികമായിട്ട് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ എൻജോയ് ദ മ്യൂസിക്. പാട്ട് പാടാൻ കഴിവില്ലാത്തത് കൊണ്ട് അത്രയും കൂടി പാട്ടിനോട് ഇഷ്ടം കൂടുതലാണ്. നമ്മുടെ ജയേട്ടനെയൊക്കെ വേണമെങ്കിൽ ഈ ട്രിവാൻഡ്രം ലോഡ്ജിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പാട്ടിനോടുള്ള. തീർച്ചയായിട്ടും അതെ. കാരണം ജയേട്ടനൊക്കെ ഉള്ള ഒരു ഗുണം എങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവന്നില്ല. അല്ല, പുള്ളിയെ അത് സ്നേഹം കൊടുത്ത് തന്നെ പാമ്പറിങ്. ഇവിടെ ഈ സോഫിയറ്റ് അദ്ദേഹം 3 മണിക്കൂർ നേരം. തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത് അതിനെപ്പറ്റി പറയുകയും ചെയ്തു ചേട്ടൻ. ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി. അല്ല, ഈ പാമ്പറിങ് ആണ് അത്. പുള്ളിനെ പാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി റിസൾട്ട് ഉണ്ടാക്കാം. പിന്നെ അതല്ല, ആസ് ഹി ഈസ് കൺസേൺ, ഒരു ഇപ്പൊ ഞങ്ങളുടെ ഈ പാട്ട് റെക്കോർഡിംഗ് വന്നിട്ട് 10 മിനിറ്റ് പാടാൻ എടുക്കുള്ളൂ. പക്ഷെ 2 മണിക്കൂർ പുള്ളി മറ്റുള്ള പാട്ടുകൾ പാടും. അതൊരു ഭയങ്കര സെഷൻ. മാത്രമല്ല, നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് ഈ പാട്ട് പാടുന്ന ആൾക്കാർ വളരെ കോൺഷ്യസ് ആണ്. ഇത് പക്ഷേ മൂപ്പർക്ക് ഒരു ലിബറേറ്റർ അറ്റ്മോസ്ഫിയർ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ലോകത്തുള്ള എല്ലാവരുടെയും പാട്ടുകൾ പാടും. അത് മാത്രമല്ല ഫുൾ ബൈ ഹാർട്ടാണ്. അതൊരു ലെജൻഡറി. ഇപ്പൊ റോക്ക് സ്റ്റാർ 27 വയസ്സായിട്ടുള്ള ആൾക്ക് വേണ്ടി പാടി 72 വയസ്സ് വോയിസ് കേട്ട് കഴിഞ്ഞാൽ മാച്ച് യു കാൺ മേക്ക് ഔട്ട് ദ ഡിഫറൻസ്. 1983 പുള്ളിക്ക് അവാർഡ് കിട്ടിയതും ഈ പറഞ്ഞ പോലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ശബ്ദമാണ്. അതെ, തീർച്ചയായിട്ടും അതെ. അനൂപിന് എന്തോ കൂടെ പറയാൻ, താങ്കളെ വിട്ടുപോകാനൊരു മടി. ട്രിവാൻഡ്രം ലോഡ്ജിനും ബ്യൂട്ടിഫുള്ളിനും ശേഷം നമ്മളൊരു പടം ചെയ്തില്ല. നമുക്ക് 2016 2 പടങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സിനിമകൾ നന്നായി സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. VKPയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു മാനിയക് എനർജിയാണ് VKPയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യിക്കുന്നതിൽ VKPക്കുള്ള മിടുക്ക്. യു ആർ എ വെരി ഗുഡ് ആക്ടർ. യൂഷ്വൽ അല്ലാത്ത റിയാക്ഷൻസ് തേടിയുള്ള VKPയുടെ റീടേക്കുകൾ, പിന്നെ ഒരു ആക്ടറിന് തരുന്ന സ്പേസ്, അതൊക്കെ ഞാനിന്ന് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലമായി നമ്മൾ ഒരു പടം ചെയ്തിട്ട്. വി ഹാവ് ടു മേക്ക് എ ഗുഡ് ഫിലിം അഗൈൻ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളില്ല. ജോണേട്ടൻ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ ഒരു അപാര ചോദ്യശരങ്ങളുടെ ആവനാഴിയുമായി ജോൺ ബ്രിട്ടാസ് അവിടെ ഇരിപ്പുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
ഫോർ ദ ഷോ. ആൻഡ് അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ് JP ജംഗ്ഷൻ. സോ ഐ തിങ്ക് VKP എന്ന ആളെ എനിക്ക് പറയാനുള്ളത്, മോർ ദാൻ എ ഫിലിം മേക്കർ, മോർ ദാൻ എ ഫ്രണ്ട്, യു ആർ എ വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ്. I like the human being in you more than the filmmaker, though your filmmaker is really good, really great. അനൂപ, എനിക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം എന്ന് വെച്ചാൽ ഈ VKPയെ കുറിച്ച് പറയുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞ് എന്നെ കൂടി അതിലേക്ക് പയ്യെ കയറിയത് പോയി. ഇനി ഞാൻ എന്തെങ്കിലും താങ്കളോട് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ഞാൻ വില്ലനായി മാറും. എനിക്കറിയാം അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴും ഒരു ഷോയിലൊരു വില്ലനുണ്ട്. അങ്ങനെ അവഗണം ഞാൻ ചെയ്യില്ല. അനൂപ് ചോദിച്ചൊരു കാര്യം, 2 സിനിമകൾ ഒരുമിച്ച് ചെയ്തു, ഇനിയും 2 സിനിമ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ട്രിവാൻഡ്രം പ്ലോട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ 2 സിനിമകൾ എന്തായാലും ചെയ്യണം. 2ാമത്തെ പാർട്ടിലും ഒരുപാട് ബീപ്പ് അടിക്കുമോ? അത് പറയാൻ പറ്റില്ല. വൺസ് ഇറ്റ് ഈസ് ഫോമിംഗ് ദ ഫിലിം, അതിൻ്റെ ഷോണർ ഫീൽ ചെയ്തതിന് ശേഷം നമുക്കത് പറയാൻ പറ്റുമോ. ഒരു ഷോണർ ഹാസ് ടു ബി ഡിസൈഡഡ് ഫസ്റ്റ്. ഫഹദിനെയുള്ളൊരു പരീക്ഷണം, അതല്ലേ മറ്റേ നത്തോലി മറ്റേ വേണം ഒരു ചെറിയൊരു. ഈ സിനിമ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ഈ സിനിമ ബ്യൂട്ടിഫുൾ പോലെയൊന്നും അത്രത്തോളം നിറഞ്ഞ് ഓടിയിട്ടില്ല. അല്ല, ഇതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ആസ് എ ഫിലിം മേക്കർ കുറച്ചൊരു ചലഞ്ചിങ് സിനിമയായിരുന്നു. കാരണം വളരെ ഒരു എക്സ്പെരിമെൻ്റൽ സ്വഭാവമുള്ള ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടം. പിന്നെ ഫഹദിനെ പോലുള്ളൊരു ആക്ടർ കറക്റ്റായിട്ട് മോൾഡ് ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. കാരണം 2 തരത്തിലുള്ള പ്രേമയും പ്രഭയും നരേന്ദ്രനും മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ അനാലജി, അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയുടെ, ഒരു വുഡി ആലൻ കൈൻഡ് ഓഫ് സിനിമയുടെ ഒരു സ്വഭാവം അതിലുണ്ടായിരുന്നു. താങ്കളൊരു മാസ് അപ്പീലുള്ള ഒരു മൂവിയാക്കാൻ താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ല? തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാലോ. കാരണം ഇറ്റ് ഈസ് എത്ര ആൾക്കാർക്ക് അത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എഴുതിയ സമയത്ത് ശങ്കറിനോട് പറഞ്ഞോ നിങ്ങൾ? ശങ്കറും ഞാനായിട്ട് ഒരു കോൺഷ്യസ് ഡിസിഷൻ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് എഴുതിയിരുന്നു. വരട്ടെ. 17 വർഷമായി ഞാൻ VKPയെ പരിചയപ്പെട്ടിട്ട്. ഇപ്പോൾ ഓർക്കുന്നു, ബാംഗ്ലൂർ ട്രെൻഡ്സ് ഓഫീസിലേക്ക് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർക്ക് കടന്നു വരാനൊന്നും പറ്റാത്തൊരു സമയത്ത് പരസ്യ ചിത്ര രംഗത്തെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നൊരു മലയാളി എന്നുള്ള അഭിമാനത്തോടു കൂടി പ്രകാശനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആഡ് ഫിലിമും ഒക്കെ ചെയ്തിട്ട് അവിടെ പ്രകാശനെ കാണാൻ പോകുന്ന ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് പ്രകാശനെ കാണാനായിട്ട് വരുമ്പോൾ പറയാനായിട്ട് മറ്റ് ഫിലിം മേക്കിംഗ് ക്രെഡൻഷ്യൽസ് ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും പ്രകാശന് തന്നൊരു സ്പേസും റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഞാനിപ്പോഴും വളരെ വളരെ റെസ്പെക്ട്ഫുള്ളി ആൻഡ് താങ്ക്ഫുള്ളി ഞാൻ ഓർമ്മിക്കുന്നു. JB ജംഗ്ഷൻ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ജംഗ്ഷനാണ്, ഒരു നാൽക്കവലയാണ്. ഇവിടെ വെച്ചിട്ട് പ്രകാശനെ കാണുമ്പോൾ ചോദിക്കാൻ ഒരു ചോദ്യമാണ്. അത് പലതരം സിനിമകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. പുനർദിവാസം മുതൽ റോക്ക് സ്റ്റാർ വരെയുള്ള പല സിനിമകൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ പ്രകാശൻ്റെ ഒരു അഡാപ്റ്റേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഒരു ലിറ്റററി വർക്കിനെ അധികരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു സോളിഡായിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ലിറ്റററി ഫിഗറിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ളൊരു വർക്കിനെ മുൻനിർത്തി ഒരു അഡാപ്റ്റേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രകാശൻ ഏതായിരിക്കും അഡാപ്റ്റ് ചെയ്യുക? അതൊരു എപ്പിക് ആണോ, അതോ ഒരു എപ്പിക് അഡാപ്റ്റേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? ഒരു ലിറ്റററി ഫിഗറിൻ്റെ ഏതെങ്കിലും പുസ്തകത്തിനോടോ അദ്ദേഹം എഴുതിയിട്ടുള്ള ഏതെങ്കിലും കൃതിയോടോ മാനസികമായിട്ട് താങ്കൾക്കൊരു സ്വപ്നതുല്യമായ അടുപ്പമുണ്ടോ? ഇതിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സിനിമ ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ്റെ. അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വളരെ തീവ്രമായിട്ടുള്ള ഒരുപാട് അതെ മുഹൂർത്തങ്ങളുള്ള ഒരു ഫീമെയിൽ ഓറിയന്റഡ്. അതെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ യു ഡോണ്ട് നോ. കാരണം അതിൻ്റെ ഇറ്റ്സ് എ ബിഗ് സ്കെയിൽ. അത് ചെയ്യുകയാണെങ്കിൽ വളരെ ബിഗ് സ്കെയിലിൽ ചെയ്യണം. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ VKPയോട് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു ചോദ്യം, VKPയുടെ എക്സ്പോഷർ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് വെളിയിലുള്ള ലോകവുമായിട്ടുള്ളൊരു ബന്ധം വെച്ചിട്ട് വലിയ പുതാൻ പറഞ്ഞ ഈ ഇപ്പം ബാഹുബലി പോലുള്ള പ്രോജക്ട്സൊക്കെ നമ്മൾ വന്ന് ഈ ഇന്ത്യയെ കീഴടക്കുന്ന, ഇന്ത്യയുടെ എൻ്റർടൈൻമെൻറ്റ് സെക്ടറിനെ കീഴടക്കുന്ന പോലെ താങ്കൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടാ? ഇന്ത്യൻ സിനിമയിൽ അത് ചെയ്യാൻ പറ്റും. നമ്മൾ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റിംഗ് ഒരു മൾട്ടി ലാംഗ്വേജിലാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്താലേ അത് വർക്കൗട്ട് ആവുള്ളൂ. ലൈക്ക് ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു മേക്ക് ഇറ്റ് ഓൺലി ഇൻ മലയാളം. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ആൾക്കാർ ചെയ്തു തുടങ്ങി. ഇപ്പോൾ ബാഹുബലി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ്ലി ഡൺ ഫിലിമാണ്. അതായത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബാഹുബലി, അതിൻ്റെ ടെക്നിക്കൽ സൈഡും. സോ അത്
പരീക്ഷിക്കാവുന്നതാണ്. പരീക്ഷിക്കാവുന്നതാണ്, പക്ഷേ ഒരു ambitious target ആണ്. ലോട്ട്സ് ഓഫ് പേഷ്യൻസ്. ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് പക്ഷെ പണം പേഷ്യൻസ്. താങ്കൾക്കൊരു പ്രശ്നമല്ല. പണത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ എന്താ പറയുക, എൻ്റെ പേഷ്യൻസ് ഉണ്ടാവുമോ എന്നാണ് എൻ്റെ പേടി. കാരണം അത്രയും വലിയൊരു സ്കെയില്, അത്രയും വലിയൊരു ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് പേഷ്യൻസ്. അത് അത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റിയൊരു കാര്യമല്ല അത്. അങ്ങനത്തെ ഒരു പേഷ്യൻസ്, എൻ്റെ ഒരു റെസ്റ്റ്ലെസ്നെസ് സ്വഭാവം വെച്ചിട്ട് അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു ഭയം ഇല്ലായ്മയില്ല. കാരണം പരീക്ഷിക്കാവുന്നതാണ്. കാരണം തീർച്ചയായിട്ടും അതെൻ്റെ ഒരു എക്സ്പോഷർ വെച്ച് എനിക്ക് എക്സ്പോഷറും കോൺടാക്ട്സും വെച്ച് ചെയ്യാം. VKP, ഈ സിനിമ നിങ്ങൾക്ക് പിന്നെ ഒരു കറൻസിയുടെ ഒരു പിന്നെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ? സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസിങ് ഞാൻ കണ്ടിന്യൂസ് ആണ് ചെയ്യുകയാണെങ്കിൽ സിനിമ നഷ്ടമാണ്. പക്ഷേ അഡ്വർടൈസിങ് ഞാനിപ്പോൾ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതുകൊണ്ട്, ഈ ഇൻ ബിറ്റ്വീൻ സിനിമ ചെയ്യുന്നതുകൊണ്ട് സിനിമ ഈസ് ഓൾസോ നോട്ട് ബാഡ്. മോശമല്ല, ഒട്ടും മോശമല്ല. കാരണം ഞാനൊരു കാര്യം ശ്രദ്ധിക്കാവുന്ന, ഒരു സിനിമയുടെ എക്കണോമിക്സ് ഞാൻ നോക്കിയിട്ടാണ് സിനിമ ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ ഒരു സിനിമയ്ക്ക് അതിൻ്റെ എക്കണോമിക്സ് ഉണ്ട്. ആ എക്കണോമിക്സ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ സിനിമ ചെയ്ത്, അപ്പോൾ നത്തോലി എല്ലാറ്റിനും ഒരു എക്കണോമിക്സ് ഉണ്ട്. ആ എക്കണോമിക്സിനുള്ളിൽ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യുകയും ചെയ്യാം, എന്നാൽ പ്രൊഡ്യൂസർക്ക് നഷ്ടമാവുകയും ചെയ്യില്ല. ഒരു പിയാൻഡിൽ വേണം എപ്പോഴും. അത് വേണം. പിയാൻഡിലില്ലാതെ ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. പക്ഷേ ചില സമയത്ത് അത്, ഫോർ എക്സാമ്പിൾ ഫോർ എ റോക്ക് സ്റ്റാർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ബേർഡൻ എൻ്റെ തലയിൽ ഉണ്ടായിരുന്നില്ല. ടു മേക്ക് വർക്ക് എക്കണോമിക്കലി, മേക്ക് ഇറ്റ് വർക്ക്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതുവരെ പറയാത്തൊരു കഥ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റോക്ക് സ്റ്റാർ വരട്ടെ. പൈസ ഒരു ഘടകമായിരുന്നില്ല ഈ സിനിമയിൽ? പൈസ അതൊരു, ഫോർ ഹിം ഇറ്റ് വാസ് സിനിമ, ഫസ്റ്റ് ടൈം സിനിമ. സോ ഹി വാണ്ട്സ് ടു ഡു ഇറ്റ് ദ ബെസ്റ്റ്. സോ ഞങ്ങൾ പ്യൂപ്പ എന്ന് പറഞ്ഞൊരു ബോംബെയിലെ ഓർഗനൈസേഷനെ കൊണ്ടുവന്നിട്ട് ആ ഡയറക്ഷനൊക്കെ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ താങ്കൾ വേറൊരാളുടെ പൈസ ആണെങ്കിൽ പോലും ചെലവഴിക്കുമ്പോൾ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ചെലവഴിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിക്കവറി എപ്പോഴും നമ്മുടെ പിന്നിലൊരു ഭയം ഉണ്ടാവും. പക്ഷേ ഇതിലെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർ വാസ് സോ എക്സൈറ്റഡ്. സോ എനിക്ക് അങ്ങനെ ഒരു തോന്നിയില്ല, അത് അങ്ങനെ ഒരു ബേർഡൻ തോന്നിയില്ല. വരട്ടെ, ഒരു സിനിമ സൈലൻസ് നല്ലൊരു മൂവിയായിരുന്നു, പക്ഷേ പ്രതീക്ഷിച്ചൊരു വിജയം ബോക്സ് ഓഫീസിൽ. അതായത് ഇത് YV രാജേഷാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പുള്ളിയാണ് എൻ്റെ ഗുലുമാല്, 3 കിങ്സ് പ്ലസ് റോമൻസ് ഒക്കെ എഴുതിയുള്ള റൈറ്ററാണ്. ആ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കൺവെൻഷണൽ സിനിമ ആയിരുന്നില്ല. കാരണം മോർ ഓഫ് ഹിച്ച്കോക്കിയൻ സ്റ്റൈൽ സൈക്കോ അനാലിസിസ് ഒക്കെ ആയിരുന്നു ആ സിനിമ. മറിച്ച് നമ്മളൊരു കൺവെൻഷണൽ ആയിട്ടുള്ള രീതി, ഇയാളാണോ കൊലപാതകി, എന്നാൽ ഇയാളല്ല, ഇയാളാവാമോ, എന്നാൽ ഇയാളൊന്നുമല്ല, ഇത് വേറൊരാൾ എന്ന് പറഞ്ഞതായിരുന്നുവെങ്കിൽ, ഒരു സസ്പെൻസിലൂടെ പോയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ കമേഴ്ഷ്യലി വയബിൾ ആവുമായിരുന്നു. പക്ഷേ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വൈ ഐ ലൈക്ക് ദിസ് ഫിലിം ഇസ്, നമ്മൾ വിശ്വസിക്കുന്ന സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹിച്ച്കോക്കിയൻ ഒരു സൈക്കോ അനാലിസിസിലൂടെയാണ് ഇതിൻ്റെ കഥ സെക്കൻഡ് ഹാഫിൽ ഉരുത്തിരിയുന്നത്. ഒരുപാട് ഡ്രാമകളില്ലാതെ വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു, വലിയ സസ്പെൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പോകുന്നൊരു. പക്ഷെ മലയാള സിനിമയ്ക്ക് ഒരു ചേരുവയില്ലേ VK പ്രകാശ്? ബോക്സ് ഓഫീസ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഘടകങ്ങളില്ലേ? അതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ പരിപൂർണ്ണമായിട്ട് നെഗേറ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ പറ്റില്ല. പക്ഷെ ചില സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. കാരണം കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെ അങ്ങനെ ചെയ്യാമായിരുന്നു, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യാം എന്നുള്ളതൊരു കോൺഷ്യസ് ഡിസിഷനാണ്. അപ്പോൾ അതിൻ്റെ വിജയവും പരാജയവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ തന്നെ ചുമന്നുകൊള്ളുക. പോരട്ടെ, ഞാൻ അങ്ങനത്തെ വേറൊരു സിനിമ കാണിച്ചു. ഇത് ആര് ചുമക്കുന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് കഴിഞ്ഞിട്ട് യെസ്, ഇത് ബോബി സഞ്ജയ്. ഇതിന് ഉത്തരവാദിത്വം ആർക്കാണ് ഈ സിനിമ പരാജയപ്പെട്ടതിന്റെ? ഇതിൽ പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല ഈ സിനിമ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പരാജയപ്പെട്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻവേർട്ടർ കോമയിലാണ്. അല്ല, ഇക്കണോമിക്സ് വർക്കൗട്ട് ചെയ്ത സിനിമയാണത്. അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിന്റെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ വരവും ചെലവും, സാറ്റലൈറ്റ്, വെൻ യു കാൽക്കുലേറ്റ് ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ്. ഓക്കെ. രണ്ടാമത്തെ, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ കഥകൾ, ജീവിതം ഒരു സിനിമാറ്റിസം ഇല്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്ന എഴുത്തുകാരാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഏറ്റവും ഒരു നേർത്ത രൂപമാണ് നിർണായകം. ഇതിൽ ഒരിക്കലും ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു സിനിമയെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ് ഈ സിനിമ. താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കളുടെ ഒരു സിനിമ ഹൗസ്ഫുള്ളായിട്ട് ഓടിയപ്പോൾ താങ്കളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ കൂടുതൽ ആൾക്കാർ കാണണം എന്ന് വിചാരിച്ച സിനിമ തന്നെയാണ്. കാരണം ഇതൊരു കോമൺ, കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം പറഞ്ഞ കഥയ്ക്ക് കൂടുതൽ ഓഡിയൻസ് ഉണ്ടാവും. പിന്നെ പ്രകാശ്, ഒരു ഫിലിം മേക്കർ കേരളത്തിൻ്റെ ഒരു ഓഡിയൻസിനെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു ഓഡിയൻസ് ഒരു സിനിമാ സംവിധായകൻ ഇവിടെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? അല്ല, ഒരു സിനിമാ സംവിധായകൻ എന്നുള്ളത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഇപ്പോൾ തോന്നുന്നത് വെച്ചാൽ, ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ മാത്രം ആൾക്കാർ പോവുകയും മറ്റുള്ള സിനിമ കാണാതിരിക്കുകയും ചെയ്യുന്നവിടെയാണ്. അതായത് ഒരു വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. അതെ. അതിൽ ഒരു സിനിമയ്ക്ക് രാശി വീണാൽ
ബാക്കി സിനിമകൾ നെഗറ്റ് ചെയ്യപ്പെടുന്നു. നെഗറ്റ് ചെയ്യപ്പെടുന്നു. മറിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ള സിനിമകളും നെഗറ്റ് ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്നാൽ എവരി സിനിമ വിൽ ബി സക്സസ്ഫുൾ. പ്രത്യേകിച്ച് എനിക്ക് നിർണായകം പോലുള്ള സിനിമ ഓടാതിരുന്നതിൽ വളരെ വിഷമമുണ്ട് എനിക്ക്. അതായത് ഇഫ് ക്രൗഡഡ് ആയിരുന്നില്ല, മാസ് ക്രൗഡഡ് ആയിരുന്നില്ല സിനിമ, പക്ഷെ പിന്നീട് അത് കയറി വന്നു. താങ്കൾ ഈ മാർക്കറ്റിംഗ് രംഗത്തൊക്കെ വിരാജിക്കുന്ന ആൾക്കാരാണ്. ഈ മാർക്കറ്റിംഗ് എന്നുള്ള വലിയൊരു ക്രൂഷ്യലായിട്ടൊരു പാരാമീറ്ററാണ് ഇപ്പോൾ സിനിമയ്ക്ക്. അല്ല, അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് സാർ. അതിനിപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ബ്രെയിൻസ് ഒന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒന്ന്. രണ്ട്, സിനിമയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വിസിബിലിറ്റി കൊടുക്കാൻ മാത്രമേ പറ്റൂ. ജസ്റ്റ് എ വിസിബിലിറ്റി. അല്ലാതെ വി കാൺ ബ്രിങ് പീപ്പിൾ സിറ്റിംഗ് ഇൻസൈഡ് ദ ഹൗസ്, പുൾ ദം ടു ദ തിയേറ്റർ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഇൻ അഡ്വർടൈസിംഗ് വാട്ട് വി സേ ഇറ്റ്സ് എ റൈറ്റ് ടു ചൂസ്. വി ആർ നോട്ട് പ്രഷറൈസിങ് എനിബഡി. വി ആർ ജസ്റ്റ് ഗിവിംഗ് ദം എ റൈറ്റ് ടു ചൂസ്. പക്ഷെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, ടെലിവിഷൻ, ഏത് മീഡിയത്തിൽ പറഞ്ഞാലും എനിക്ക് ആ സിനിമ മാനസികമായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യാണ്. ഐ ഡോണ്ട് വാണ്ട് ടു സീ. ഏത് പോയിന്റില്ല പ്രേക്ഷകൻ ഡിസൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരുപാട് പരീക്ഷ നോക്കിയിട്ടുണ്ടോ? എവിടെയാണ് ഇതിന്റെ ഒരു എനിക്കത് മനസ്സിലായിട്ടില്ല, പിടികിട്ടിട്ടില്ല, ഒട്ടും മനസ്സിലായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ജഡ്ജ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഒരുപാട് ടെൻഷൻ തലമുണ്ടാക്കിയിട്ടില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വരട്ടെ, ഒരാൾ വരുന്നു. VKP, I just want to ask you one question. How do you have the energy? How do you have so much energy after doing so many films? You're doing feature films at the speed of faster than what we do ads. I know you did more ads than any other human being, but are you planning to beat your feature film your ad film record with feature film? And how do you do such great feature films with in such a short time? Please give me the secret. I'd love to know. Valki is R. Balakrishnan, who's directed Chinikam, Pa, and his wife directed English versus English, Shamida. സോ ഞങ്ങളുടെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഡ്വർടൈസിങ് ഫീൽഡിൽ ഞങ്ങൾ ഒന്നായിട്ട് തുടങ്ങിയതാണ്. നൗ ഈസ് ചെയർമാൻ ഓഫ് ലോ, CEO ചെയർമാൻ ഓഫ് ലോ ആണ്. ലോ ലിൻറ്റാസിൻ്റെ ഇൻ്റർനാഷണൽ ക്രിയേറ്റീവ് പാനലിലെ മെമ്പറാണ്. അപ്പോൾ ഞങ്ങൾ together we would have done some almost 200 commercials, like he writing and me directing. അദ്ദേഹം പറഞ്ഞ താങ്കൾ ഈ കൊമേഴ്സ്യൽസിന്റെ നമ്പറിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് താങ്കൾ ഇപ്പോൾ. അല്ല, അതങ്ങനെയല്ല. എനർജിയാണ് ഹീസ് ആസ്കിങ്. ഹൗ വേർ യു ഗെറ്റ് ദ എനർജി to, are you trying to match he asked, are you going to beat the number also? No, not at all. That is impossible because ads is 1,000. More than 1,000. Feature film I've just completed 20. It's not that many number. അതിന്റെ പേസിനെ കുറിച്ചുള്ളതാണ്. അതിന്റെ ആ ഒരു എക്സാജറേഷൻ ഉദ്ദേശിക്കുന്നതിന്റെ പേസിനെ ഒരിക്കലും അങ്ങനെ ഞാൻ കോൺഷ്യസ് ഡിസിഷൻ ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഐ എം ലൈക്ക് എ ചൈൽഡ് ലൈക്ക് പേഴ്സൺ, സോ ഐ ഗെറ്റ് എക്സൈറ്റഡ്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആകുമ്പോൾ, ഒരു ചൈൽഡ് ലൈക്കായിട്ട് എക്സൈറ്റഡ് ആകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കുടുംബം എന്താ പറയണേ ഈ പറഞ്ഞ പോലെ ഈ പരാക്രമം കാണുമ്പോൾ? ഫാമിലി എന്താ പറയുക? കാം ഡൗൺ, ടേക്ക് എ ഡീപ് ബ്രത്ത്. ഒരു കൊറിയൻ പ്രോവർബ് ഉണ്ട്, when you are in a haste you need to cool down. Exactly. അതെ, slow down. It is very difficult because cinema is addiction. സിനിമ അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ താങ്കൾ ഈ റോക്കറ്റ് ഫയർ തന്നെ ഫയർ ചെയ്തിരിക്കുകയാണ്. താങ്കൾ മുകളിലേക്ക് പോയിരിക്കാൻ പറ്റില്ല, അതാണ്. നാടകം ചെയ്യും, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യും, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യും, സംതിങ്, അല്ലെങ്കിൽ അഡ്വർടൈസിങ് ചെയ്യും. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ പോയി അഡ്വർടൈസിങ് ചെയ്യാൻ പോവാണ്. ഒരു മാറ്റമില്ല. ഇത് മാഗ്ന സൗണ്ടിന് വേണ്ടിയിട്ട് ചെയ്താണ്. മാഗ്ന സൗണ്ട് അവർക്ക് 2 ആൽബങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഖാഷ് എന്ന് പറയുന്നൊരു ഹരിഹരൻ്റെ ആൽബവും അദ്നാൻ സാമിൻ്റെ ആൽബവും. അപ്പോൾ ഈ ആൽബത്തിൻ്റെ പ്രധാന ശില്പി എന്ന് പറയുന്നത് വർമ്മയാണ്. ഞാനാണ് ചുക്കാൻ പിടിച്ചത്. പക്ഷേ വർമ്മയുടെ ക്രിയേറ്റീവ് എക്സ്യൂബറൻസ് ആണ് ഈ കാരണം ഞാൻ അവിടെ സൂപ്പർവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഐ ലെറ്റ് വർമ്മ ഡു ദ ഹോൾ തിങ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് കം ഔട്ട്. അന്നത്തെ ഒരു റേവിങ് ഒരു മ്യൂസിക് വീഡിയോ ആയിരുന്നു അന്നത്തെ. ഇതും ഖാഷും രണ്ടും അന്നത്തെ കാലഘട്ടത്തിൽ വളരെ റേവിങ് ആയിട്ടുള്ളൊരു 2 മ്യൂസിക് ആൽബങ്ങളായിരുന്നു. പിന്നെ ഈ അഡ്വർടൈസിങ്ങിലായതുകൊണ്ട് നമ്മൾ ഈ ഒരുപാട് ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടും, അപ്പോൾ ശേഖർ വിശാൽ, ശങ്കർ ഐസാൻ ലോയ് ഗ്രിപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇവരൊക്കെ പണ്ട് മുതലേ ഇവർ സിനിമയിൽ വരുന്നതിന് മുമ്പേ അഡ്വർടൈസിങ് ജിംഗിൾസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു സലീം സുലൈമാൻ, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം നമ്മൾ രജത് ദോലൊക്കെ അങ്ങനെ കുറേ പേരുണ്ട് അവിടെ, ലൂയി ബാങ്ക്സ്, അങ്ങനെ ഇത് അതാണ് അഡ്വർടൈസിംഗ്. അതിലുള്ള പാഷൻ താങ്കൾക്ക് അവസാനിച്ചോ അതോ ആൽബംസുമായിട്ട് മുമ്പോട്ട് പോകും? ഇതിനിടയ്ക്ക് മഞ്ചരിയുടെ ഞാൻ ചെയ്തിരുന്നു. മഞ്ചരിയുടെ ഒരു ആൽബം അത് വെറുതെ മഞ്ചരി ജസ്റ്റ് റിക്വസ്റ്റഡ് മീ, സോ ഐ ജസ്റ്റ് ഡിഡ് ഇറ്റ്. അല്ലാതെ ഞാൻ ആൽബം അങ്ങനെ ഇതായിട്ട് ഞാൻ ചെയ്യാറില്ല. ഒരു ഫോട്ടോ അല്ല, എൻ്റെ ഫോട്ടോ അല്ല. എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള, പക്ഷേ സംതിങ് ടു മേക്ക് സിനിമ ഐ ഗെറ്റ് എക്സൈറ്റഡ്. ഓക്കെ, അപ്പോൾ മഞ്ചരി വന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഐ വിൽ ഡു ഇറ്റ്. നിങ്ങൾക്ക് പറ്റുന്ന വേറെ പരിപാടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. PK പ്രകാശ് എന്നുള്ള നടൻ, വിദൂഷകൻ.
അനാർക്കലി താങ്കളൊരു വേഷം ചെയ്തല്ലോ അല്ലേ? അതെ അതെ 100 Days of Love ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് ചെയ്തു. അതെ. ഇപ്പോൾ സമീർ താഹിറിന്റെ പുതിയ പടത്തിൽ ചെയ്യുന്നു. ദുൽഖറിന്റെ അല്ലേ? ദുൽഖറിന്റെ അച്ഛൻ, അതാണ് താടി. ഇത് വിദൂഷകൻ എന്ന് പറയുന്ന സിനിമ വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. കാരണം സഞ്ജയനെ അവതരിപ്പിക്കാൻ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഏതൊരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഡയറക്ടറും അവരെല്ലാം കൂടെ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മാനറിസം സഞ്ജയനൊരു സാദൃശ്യമുണ്ട്, നിങ്ങളുടെ ലുക്കൊക്കെ ആയിട്ട് ഭയങ്കര സാമ്യമാണ്, അപ്പോൾ നിങ്ങളിത് ചെയ്യൂ. നമ്മൾ സഞ്ജയനെ അവതരിപ്പിക്കുകയും ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ടു ഡു. അപ്പോൾ ഞാൻ അപ്പം പെട്ടെന്ന് എഗ്രി ചെയ്തില്ല. ഒരു കൊല്ലത്തോളം ഞാൻ ഐ വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഇപ്പോൾ ഒരു 100 Days of Love അഭിനയിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. പക്ഷേ ഇതല്ല. സഞ്ജയൻ എന്ന് പറയുന്നത് അത് 3 ഘട്ടങ്ങളാണ്. ഒന്ന് ഇയാളുടെ ഡെത്ത് ബെഡാണ്, പിന്നെ സഞ്ജയനാണ്, പിന്നെ അതുപോലെ തന്നെ MR നായരുടെ യങ്ങർ ഏജ് ഗ്രൂപ്പും. അങ്ങനെ 3 ഘട്ടങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരു ഫിലിമാണത്. പക്ഷെ അത് കം ഔട്ട് ഗുഡ്. ഐ തിങ്ക് ഫെസ്റ്റിവലിനൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. പിന്നെ കമൽ സാറൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു പടം നാഷണൽ അവാർഡ് ജൂറി കണ്ടിട്ട്. അപ്പോൾ ഒന്ന് വഴി മാറ്റി പിടിക്കേണ്ടി വരുമോ ഇനിയിപ്പോൾ സാറ്? ഇല്ല തീർച്ചയായിട്ടും. എനിക്കൊരു 3 ദിവസം 4 ദിവസത്തിൽ കൂടുതൽ അഭിനയിക്കാൻ പറ്റില്ല. കാരണം ടെൻഷനാണ്, റെസ്റ്റ്ലെസ് ആയി പോകും ഞാൻ. ഇതിന് 15 ദിവസം പ്രോസ്തറ്റിക് മേക്കപ്പ് ഒക്കെയാണ്. പട്ടണം റഷീദായിരുന്നു മേക്കപ്പ്. സോ ഓൾമോസ്റ്റ് ഇറ്റ് ടേക്സ് 1.5 to 2 hours ഓഫ് മേക്കപ്പ്. സോ അപ്പോൾ പട്ടണം റഷീദായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, കഥകളിക്ക് മേക്കപ്പ് ഇടില്ലേ, അതുപോലെയായിരുന്നു പുള്ളി. അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രതി സഞ്ജയനെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി ഇങ്ങനെ കഥാപാത്രത്തിനെ പറ്റിയിട്ടും ക്യാരക്ടറിനെ പറ്റിയിട്ടും എൻ്റെ ലുക്കിനെ പറ്റി ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സോ ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഹിന്ദി, കന്നഡ, തെലുങ്ക്, മറാത്തി, മലയാളം അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഭാഷയിലൊക്കെ കൈവച്ചു. താങ്കളുടെ ഞാൻ പറഞ്ഞ പോലെ വേറെ ഒരു മേഖലയിലേക്ക് താങ്കൾ വേണേൽ പോകാൻ വേണമെങ്കിൽ അഭിനയം അങ്ങനെ പർപ്പസ് ആയിട്ടൊന്നുമില്ല സർ. കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്നു മാത്രം. താങ്കളുടെ കോൺസെൻട്രേഷൻ മലയാള സിനിമ തന്നെയാണ്? മലയാളത്തിലാണ്. മലയാളമാണ് എൻ്റെ, കാരണം നമ്മുടെ ഒരു ലാംഗ്വേജ് കംഫർട്ടബിൾ, നമ്മുടെ ലാംഗ്വേജ്. ചോറും മീൻകറി കഴിച്ച് ശീലിച്ചു പോയി. പിന്നെ മറാഠി സിനിമ ഇസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. മറാഠി സിനിമയിൽ നല്ല സ്പേസ്, നല്ല പരീക്ഷകൾ നടക്കുന്നുണ്ട്, നല്ല പരീക്ഷകളുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. അവിടുത്തെ സപ്പോർട്ടീവ് സിസ്റ്റം ഭയങ്കരമാണ്. ഷട്ടറിന്റെ റീമേക്ക് ഷട്ടർ അവിടെ ചെയ്ത് വൺ ഓഫ് ദ നൈസ് ആക്ടേഴ്സ് ലൈക്ക് സച്ചിൻ കേഡേക്കറും സൊണാലി കുൽക്കർണി, യങ്ങർ സൊണാലി കുൽക്കർണി. പിന്നെ അവിടെയുള്ള എല്ലാ ആക്ടേഴ്സും തിയേറ്റർ ആക്ടേഴ്സാണ്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള പെർഫോമേഴ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഈ സബ്സിഡി 40 lakhs ആണ്. ആൻഡ് ഇഫ് യു ഡു എ ഫിലിം ദെയർ ഇൻ ദെയർ ഗവൺമെന്റ് ഫിലിം സിറ്റി, ദർ ഇസ് എ ഹാഫ് ദ റേറ്റ്. ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന വയബിൾ ആയിട്ടുള്ള ആൻഡ് ഓൾസോ വാട്ട് എക്സൈറ്റ്സ് മീ ഇസ് ദർ ഇസ് പീപ്പിൾ കമ്മിങ് ആൻഡ് വാച്ചിങ്. ഇപ്പോൾ അവിടെ ഞങ്ങളുടെ പടം റിലീസ് ചെയ്തപ്പോൾ ബാഹുബലിയും മറ്റേ ഭായിജാനും ഒക്കെ റിലീസ് ചെയ്തപ്പോൾ അവിടെ പറയേണ്ട ഒരു കാര്യമാണ്, തിയേറ്ററിൽ ഒരാഴ്ച പടം നിർബന്ധമായിട്ട് കളിച്ചോളണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ അവർ വിളിച്ച് ചോദിക്കും നമ്മുടെ അടുത്ത്, ഇഫ് എനിബഡി ക്രിയേറ്റിംഗ് എ ട്രബിൾ ഫോർ യു ടു ചേഞ്ച് ദ ഫിലിം, അല്ല 1 week മുമ്പ് എടുക്കാൻ പറയണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറയും. സോ ദേ ആർ സോ സപ്പോർട്ടീവ്. ആൻഡ് മാത്രമല്ല മറ്റേ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയ്ക്കും ഹൗസ്ഫുള്ളാണ്. ആൻഡ് നോൺ മഹാരാഷ്ട്രിയൻസ് ആർ കമ്മിങ് ആൻഡ് വാച്ചിങ് ദ ഫിലിം ബിക്കോസ് അവരുടെ എല്ലാ മറാഠിയിലും സബ് ടൈറ്റിൽ വേണം. ഇവിടെ 2 ദിവസം കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം തിയേറ്ററിൽ നിന്ന് സിനിമ മാറ്റും. ദാറ്റ് ഈസ് എ വെരി ബാഡ് ഹാബിറ്റ്. കന്നഡയിൽ നിങ്ങൾക്ക് ഡബ് ചെയ്ത പ്രോഗ്രാം ടെലിവിഷനിൽ പോലും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞു വെച്ചാൽ. പക്ഷേ ഇത് താങ്കളുടെ മറാഠി സിനിമയുടെ ക്ലിപ്പിംഗ് ആണ്. ഇതാണ്. എനിവേ VKP, എനിക്ക് ഒരുപാട് കാര്യം കൂടി താങ്കളോട് ചോദിച്ചറിയാറുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും താങ്കളെ ഒരു രൂപക്കൂട്ടിൽ അടച്ച് എന്നെ കൊണ്ട് എന്നാ പറയുക എന്നെ ഭിത്തിയിലേക്ക് തള്ളി. എങ്കിൽ പോലും നമ്മൾ കുറേ സമയം താങ്കളുടെ ഒരു എന്താ പറയുക കലാ തൊഴിൽ മേഖലയിലൂടെ നമ്മൾ മുമ്പോട്ട് പോയി. വളരെ വേഗതയിൽ നമ്മൾ എന്താ പറഞ്ഞ VKP എന്നുള്ള മനുഷ്യൻ്റെ ഒരു സ്വഭാവം, ചില സ്വഭാവങ്ങൾ ഞാൻ പുറത്തേക്ക് ഇടുന്നില്ല, അതവിടെ കിടക്കട്ടെ. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എല്ലാ പ്ലെയിൻ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ഉള്ളിലും വേറൊരു പ്ലെയിൻ. തീർച്ചയായിട്ടും ആ ഹെലികോപ്റ്റർ ഞാൻ പിന്നീട് പുറത്തെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും. VKP വളരെ നന്ദി, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് മലയാളം ടെലിവിഷനിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഷോ ആണ് JB ജംഗ്ഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ ചെയറിൽ ഒന്ന് വന്നിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അന്ന് ചോദിച്ചില്ലേ ഏതെങ്കിലും എഴുത്തുകാരുടെ സിനിമ. കാരണം ഈ ഷോവിനുള്ളൊരു സത്യസന്ധത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സത്യസന്ധതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരണമെന്നും നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നും. Thank you, VKP. Thank you very much. It has happened. Completely honored and floored. Thank you very much. Thank you, sir. Thank you, sir. Thanks. Thank you, sir.